ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 19 തീയതി തിങ്കളാഴ്ച ദിവസം 1200 ആണ്ട് ചിങ്ങമാസം 3 തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 28 തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:35 നാളത്തെ തിഥി പൗർണമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അല്പനേരത്തേക്ക് തിരുവോണം നക്ഷത്രമുണ്ട്. തിരുവോണം നക്ഷത്രം തിങ്കളാഴ്ച ദിവസം രാവിലെ 8:12 വരെയുണ്ട്. അതിനുശേഷം പൂർണ്ണമായിട്ടും ഉദിച്ചു വരുന്ന നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ 8:12 മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ 5:49 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അവിട്ടം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നത് മകരക്കുറിൽപ്പെട്ടതും കുംഭക്കുറിൽപ്പെട്ടതുമായ നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. മകരക്കുറിൽപ്പെട്ട നക്ഷത്ര സമയം പറഞ്ഞു തരാം. മകരക്കുറിൽപ്പെട്ട നക്ഷത്ര സമയം അതായത് തിങ്കളാഴ്ച രാവിലെ 8:12 മുതൽ രാത്രി 8:12 വരെയുള്ള സമയമാണ് മകരക്കുറിൽപ്പെട്ട അവിട്ടം 2 പാദ സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കി നക്ഷത്ര സമയം കുംഭക്കുറിൽപ്പെട്ട അവിട്ടം നക്ഷത്രത്തിൻ്റേതാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം നാളെ അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം തിങ്കളാഴ്ച ദിവസം രാവിലെ 8:12 മുതൽ ആരംഭിക്കും. ചൊവ്വാഴ്ച പുലർച്ചെ 5:49 വരെയുണ്ട്. ഈ സമയം, ഈ അവിട്ടം നക്ഷത്ര സമയം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, രോഹിണി, മകയിരം. ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്. തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, രോഹിണി, മകരം എന്നീ നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം രാവിലെ 8:12 മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ 5:49 വരെയുള്ള സമയം അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ നാളുകാർ ആ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക. ഈ സമയം അതായത് തിങ്കളാഴ്ച ദിവസം രാവിലെ 8:12 മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ 5:49 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരെ തേടിയാണ് വരാനിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഉത്രാടം, മൂലം, അനിഴം, പുണർദം, പൂയം ഇത്രയും നാളുകാർക്കാണെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അതായത് ഉത്രാടം, മൂലം, അനിഴം, പുണർദം, പൂയം എന്നീ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ടാകും. ആ നാളുകാർ സൂക്ഷിക്കണം. നാളത്തെ ദിവസം അവരുടെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ പ്രവർത്തന മേഖലകളിലും അവർ ബുദ്ധിപരമായിട്ടാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ പ്രതികൂലമായ ഒരു അനുഭവം അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വിചാരത്തോടു കൂടി വേണം എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്ന് പിന്നെ തിക്താനുഭവമായി മാറി അത് വേദനിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പരിണിതഫലം അനുഭവിച്ച് വ്യസനപ്പെടുവാൻ ഇടവരരുത്. അതിനുവേണ്ടിയാണ് മുൻകരുതലായിട്ട് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പോടുകൂടി ജ്യോതിഷം പറഞ്ഞിരുന്നത്. ഉത്രാടം, മൂലം, അനിഴം, പുണർദം, പൂയം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും. ചെറിയ കല്ലും തടിയും അല്ലെങ്കിൽ ചെറിയൊരു മനപ്രയാസമോ അങ്ങനെ സാധാരണ ഒരു ജീവിതം പോലെ അങ്ങ് കഴിഞ്ഞു പോകും. അതിതീവ്ര ദുഃഖത്തിൻ്റേതായ അനുഭവങ്ങളൊന്നും അവരെ തേടി വരുവാൻ സാധ്യതയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നാളെ തിങ്കളാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്, പ്രത്യേകിച്ച് പൗർണമി ദിനമാണ്. അപ്പോൾ പൗർണമി ദിനത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്നാണ്. അമാവാസി ശുഭകാര്യങ്ങൾക്ക് വേണ്ടി കൊള്ളുന്ന ദിവസമല്ല. പൗർണമി ദിനം നാളെ തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ പൂർണ്ണ ബലവാനായി നിൽക്കുന്ന ദിവസം. നാളത്തെ ദിവസം രാവിലെ 6:18 മുതൽ 7:48 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10:48 മുതൽ ഉച്ചകഴിഞ്ഞ് 3:18 വരെ ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും നാളത്തെ ദിവസം ജീവിത വിജയം ഉണ്ടാവും. നാളത്തെ ദിവസമല്ല, നാളെ തുടക്കം കുറിക്കുന്ന ഏതൊരു കാര്യങ്ങൾക്കും ഉത്തമമായ ഫലം ലഭിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അതിൻ്റെതായ ഫലങ്ങൾ ജീവിതത്തിൽ ഉന്നതമായ ഫലപ്രാപ്തിയിലേക്ക് ഈ നാളുകാരെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ചെയ്യുന്നവരെ കൊണ്ടുപോകും എന്നാണ് ജ്യോതിഷം പറയുന്നത്.
കഴിവതും നാളത്തെ ദിവസം അനുകൂലമായിട്ടുള്ള തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, രോഹിണി, മകര എന്നീ നാളുകാരും ബാക്കിയുള്ള സാധാരണ ജീവിത അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരും ഒക്കെ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇനി പ്രതികൂലമായ ആൾക്കാർക്ക് നാളത്തെ ദിവസം അത്യാവശ്യമായിട്ട് ശുഭകാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയം നോക്കി കഴിവതും ചെയ്യുക. ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം. സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ പറയുന്നത്. നാളത്തെ തീയതി 19ആണ്. 19നെ ഒറ്റസംഖ്യയാക്കണം. 1 + 9 = 10. 10നെ വീണ്ടും ഒറ്റസംഖ്യയാക്കുമ്പോൾ 1 + 0 = 1. അങ്ങനെ ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യയാക്കുമ്പോൾ അത് 1 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്. കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി സംഖ്യാജ്യോതിഷം എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കാം. സംഖ്യാജ്യോതിഷം പറയുന്നത് മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഇനി പേരിൽ AIJQY ഇല്ലാത്തവർ ഈ മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ വസ്ത്രങ്ങൾ ധരിച്ചാൽ അവർക്ക് സാമാന്യം മെച്ചപ്പെട്ട അനുഭവങ്ങളും വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകണം, ഉന്നമനം ഉണ്ടാകണം, ഉയർച്ച ഉണ്ടാകണം. അവർ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് കരകയറുവാൻ വേണ്ടി ഒരു ആശ്വാസവചനമായിട്ട് ഇതിനെ കാണണം. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പാലിച്ചാൽ, ഈ വാക്കുകൾ കേട്ടൊക്കെ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ അവരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിക്കും. അതായത് അവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും, ഉന്നമനം ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നിത്യവും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് ലൈവായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 10,000 ആയില്ല. 10,000 ആയാൽ അപ്പോൾ തന്നെ ലൈവായിട്ട് ഈ പരിപാടി ഞാൻ തുടരുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ട്. അത് നോക്കി ഞാനുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ എന്നെക്കൊണ്ട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുവാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതിനെ സ്വീകരിക്കാൻ മനസ്സുള്ളവർക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. അപ്പോൾ നാളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കാം. ഏത് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കാം. നമ്മൾ എല്ലാ ദിവസവും പത്രം വായിക്കും, അല്ലേ? പത്രം വായിക്കാത്തവരാരുമില്ല. ഒട്ടുമിക്ക ആൾക്കാരും എല്ലാ ദിവസവും പത്രം വായിക്കും. എന്താണ്? നാളത്തെക്കുറിച്ചുള്ള ഒരു അറിവാണ് നമ്മൾ അവിടെ പരതുന്നത്. ആ പത്രപേപ്പറിൽ നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. വ്യാപാരികളാണെങ്കിൽ വാണിജ്യം എന്നുള്ള ആ പേജിനെ അവർ വളരെ ശ്രദ്ധയോടുകൂടി നോക്കും. ധനപരമായ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ധനകാര്യത്തെക്കുറിച്ച് അവർ ശ്രദ്ധിക്കും. പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി പ്രാദേശികമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്ത് ശ്രദ്ധിക്കും. അങ്ങനെയെല്ലാം അറിഞ്ഞാണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് നാളെക്കുറിച്ചുള്ളൊരു അറിവായിട്ട് നമുക്ക് ഈ ജ്യോതിഷം ശ്രദ്ധയോടുകൂടി കേൾക്കുക. 100% ഇതുപോലെ വന്നു ചേരണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. 60-70% അത് സ്വാധീനിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനിങ്ങനെ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകുന്നത്. നാളെ തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസത്തിനൊരു നാഥനുണ്ട്. ആ നാഥൻ്റെ പേരാണ് ചന്ദ്രൻ. ചന്ദ്രന് പൂർണ്ണ ബലമുള്ള ദിവസമാണ്. പൂർണ്ണ ബലമുള്ള തിഥിയാണ് നാളെ പൗർണമി തിഥിയാണ്. ചന്ദ്രൻ പൂർണ്ണ ബലവാനായി നിൽക്കുന്ന ഒരു ദിവസമാണ്. നാളത്തെ ദിവസം എവിടെയും കനത്ത മഴയൊന്നും പെയ്യത്തില്ല. ഉരുളുപൊട്ടലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായേക്കാം. അത് ചിങ്ങമാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചെറിയ ചാറ്റൽ മഴയും വെയിലും ഒക്കെ ചിങ്ങമാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രനെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ചന്ദ്രൻ നമുക്ക് ദോഷമൊന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ എല്ലാവരും ഉണ്ടാകും. കാരണം ചന്ദ്രൻ ബലവാനാണ്. പൗർണമി ദിനത്തിലാണ്. ചന്ദ്രൻ നാളത്തെ ദിവസം പാപഗ്രഹത്തോടൊന്നും ചേരുന്ന ദിവസമല്ല. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, ആശ്വസിക്കാം. അപ്പോൾ ചന്ദ്രൻ നാളെ നമുക്ക് എന്തെല്ലാം ഫലങ്ങളാണ് നൽകുന്നത്? ജ്യോതിഷത്തിൽ 12 ഭാവങ്ങളായിട്ടാണ്. അതായത് ജ്യോതിഷ രാശിചക്രം 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയെ 12 മാസങ്ങളായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു മാസത്തിന് 30 ദിവസം വന്നത്. നാളത്തെ ദിവസം ചന്ദ്രൻ മകരൻ രാശിയിലാണ് നിൽക്കുന്നത്. മകരൻ രാശി എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ശനിയുടെ ക്ഷേത്രമാണ് മകരൻ രാശി. ശനിക്ക് 2 ക്ഷേത്രമുണ്ട്, മകരൻ രാശിയും കുംഭൻ രാശിയും. അപ്പോൾ കുംഭൻ രാശിയിലാണ് ശനി നിൽക്കുന്നത്. ശനിയുടെ തൊട്ടുപുറകിൽ ചന്ദ്രൻ വന്ന് നിൽക്കുന്നു.
അപ്പോൾ മകരൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ 27 നക്ഷത്ര ജാതകർക്കും എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ മകരൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി സ്വന്തം പ്രയത്നത്താൽ ധനം നേടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പം മകരൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന കുട്ടികളെ ആരൊക്കെയാണ്, ഏതൊക്കെ നാളുകാരാണ്? ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ നാളുകാർ സ്വന്തം പ്രയത്നം കൊണ്ട് ധനം നേടും. അതുപോലെ തന്നെ അവർ ഭാര്യയും മക്കളെയും ഒക്കെ സ്നേഹിക്കും. പക്ഷെങ്കിൽ വേറെ കുറച്ച് വേണ്ടാത്ത കാര്യങ്ങളും ജ്യോതിഷം പറയുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അത് പറയുന്നത് കേട്ടാൽ പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഒരു പ്രശ്നത്തിന് മനപ്രയാസത്തിന് ഇടയാക്കും. അതുകൊണ്ട് അതൊന്നും കുറേ ദോഷവശങ്ങളും കൂടെ കുറഞ്ഞിട്ടുണ്ട്. അതായത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദോഷവശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചന്ദ്രൻ മകരൻ രാശിയിൽ നിൽക്കുമ്പോൾ, അപ്പോൾ ചന്ദ്രൻ മകരൻ രാശിയിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളതിനെക്കുറിച്ച് ജ്യോതിഷം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ നാളുകാർ സ്വന്തം പ്രയത്നം കൊണ്ട് ധനം നേടും, ഭാര്യയും മക്കളെയൊക്കെ പൊന്നുപോലെ സ്നേഹിക്കും. പക്ഷെങ്കിൽ അവർക്ക് ദാമ്പത്യ ജീവിത വിജയം കുറവായിരിക്കും. പിന്നെ അതിനോട് അനുബന്ധിച്ച് ചില തെറ്റായ മാർഗങ്ങളിലൊക്കെ അവർ സഞ്ചരിക്കാൻ ഇടയുണ്ട് എന്നൊക്കെ ജ്യോതിഷം അതിനെക്കുറിച്ച് അങ്ങനെ വിവരിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരാളുടെ ഗ്രഹനിലയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ മാത്രമേ അങ്ങനെ കൂടുതലായിട്ടും പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ പറയുന്നത് ശരിയല്ല. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നാളത്തെ ദിവസം ഈ ചന്ദ്രൻ മകരൻ രാശിയിലേക്ക് കടന്നു വരുമ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം നേട്ടമുള്ള ഒരു ദിവസം കൂടിയാണ്. അത് നക്ഷത്രഫലം പറയുമ്പോൾ അത് പറഞ്ഞു വരാം. അപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രൻ മകരൻ രാശിയിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ്. 27 നക്ഷത്ര ജാതകർക്കും ഈ സ്ഥാനം കൊണ്ട് ചന്ദ്രൻ എന്ത് ഫലമാണ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാരെക്കുറിച്ച് ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 10ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. തൊഴിൽ ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ തൊഴിൽ പുരോഗതി തീർച്ചയായിട്ടും കൊടുക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. അവർക്ക് തൊഴിൽ പുരോഗതി കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ കേന്ദ്രഭാവമായ 10ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ട് നിന്നാൽ അവർക്ക് നല്ല ഫലത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. അപ്പോൾ അവർക്ക് ബന്ധുഗുണം ലഭിക്കും. അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതമുണ്ടാകും. അപ്പോൾ അങ്ങനെ അവരുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലും, അതായത് ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അത് ഓരോന്നോരോന്നും പറയേണ്ട ആവശ്യമില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും സുഖം, സ്വസ്ഥത, ദേഹനന്മ, ബന്ധുഗുണം, ദാമ്പത്യ വിജയം, തൊഴിൽ ഗുണം, അങ്ങനെ എല്ലാം കൊണ്ടും അവർക്ക് നാളത്തെ ദിവസം നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചോളം 9ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഭാഗ്യഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം കൊണ്ട് അവർക്ക് അനേക സുഖാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഭാഗ്യം കൊണ്ട് ധനം ലഭിക്കുന്ന അവസ്ഥ വന്നു ചേരും. അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഈ ചന്ദ്രനെ, മകരക്കൂറിൽ നിൽക്കുന്ന ചന്ദ്രനെ ശത്രുഗ്രഹങ്ങൾ ആരും തന്നെ വീക്ഷിക്കുന്നില്ല. ബുധൻ വീക്ഷിക്കുന്നില്ല, അതുപോലെ തന്നെ ശുക്രൻ വീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നാളത്തെ ദിവസം ഇടവക്കൂറുകാർക്കും അവരുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം 8ാം ഭാവത്തിലാണ്, അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ക്ഷീണചന്ദ്രനല്ല, പൂർണ്ണ ബലവാനാണ്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ ദിവസം ഇവർക്ക് കീർത്തിയും പ്രശസ്തിയും വലിയ അധ്വാനം കൂടാതെ തൊഴിൽ നിന്നുള്ള വരുമാനവും, അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാവും. അതൊരു വിഷയമാണ്. തൊഴിൽപരമായുള്ള പ്രതിസന്ധി അവർക്ക് അനുഭവപ്പെടാനിടയുണ്ട്. ഈ 2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഏറെക്കുറെ അനുകൂലം. വലിയ കഷ്ടപ്പാടില്ലാതെ ധനം സമ്പാദിക്കുവാനൊരു സാഹചര്യം ചന്ദ്രൻ കൊടുക്കും. പക്ഷേ എങ്കിലും ആ ദാമ്പത്യ ജീവിതത്തിലും തൊഴിൽപരമായ എല്ലാ മേഖലകളിലുമൊക്കെ ഓരോരുത്തരും ജനിച്ച സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന അനുസരിച്ചുള്ള ഫലം അവർക്ക് വന്നിരുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എങ്കിലും വലിയ ദോഷമൊന്നും വരാത്തൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 7ാം ഭാവത്തിലാണ്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൽ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭാവമാണ്.
അപ്പോൾ കേന്ദ്രഭാവത്തിലാണ് പൂർണ്ണചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ്. നല്ല ആരോഗ്യവതിയായ ഒരു ഭാര്യ ആയിരിക്കും നാളത്തെ ദിവസം. ഭാര്യയ്ക്ക് രോഗമുണ്ടെങ്കിൽ നാളത്തെ ദിവസം രോഗസൗഖ്യം ഭാര്യയ്ക്ക് ഉണ്ടാകും. ഭാര്യയെ കൂടുതൽ സ്നേഹിക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ചില തെറ്റായ കാര്യങ്ങളും വന്നു ചേരും. ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രൻ മകരൻ രാശിയിൽ നിന്നുള്ള ഫലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരുടെ കർക്കിടകക്കൂറുകാരുടെ 7ാം ഭാവത്തിലാണ്, കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ മകരൻ രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഭാര്യയ്ക്ക് ഒരുപാട് ഗുണഗണങ്ങളുണ്ടെങ്കിലും അന്യ സ്ത്രീകളിൽ താല്പര്യം കാണിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ മകരക്കൂറുകാർക്കൊരു പ്രശ്നം അതാണ്. മകരക്കൂറുകാരുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം ഇതാണ്. അന്യരിൽ അവർ ആവേശം കാണിക്കുന്ന അത് അവരിപ്പോൾ ഈ മനുഷ്യരായിട്ട് ജീവിക്കുന്ന അവരിപ്പോൾ അറിഞ്ഞു ചെയ്യുന്നവരില്ല. അവർക്ക് ഗ്രഹങ്ങൾ കൊടുക്കുന്നൊരു പ്രത്യേകതയാണ്. എന്ത് ചെയ്യാനാ, അവരിൽ അങ്ങനെ ഒരു താല്പര്യം വന്നു പോകും. അപ്പോൾ അത് മകരക്കൂറിൽപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരുടെയും, പ്രത്യേകിച്ച് തിരുവോണ നാളുകാരുടെയൊക്കെ ദാമ്പത്യ ജീവിതം തകരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മളിങ്ങനെ വച്ചായിട്ട് പറയുമ്പോൾ പലരും നമ്മളോട് ദേഷ്യപ്പെടും. പക്ഷെ അങ്ങനെയല്ല. അത് ഈ തിരുവോണ നാളുകാരുടെയൊക്കെ ജീവിതത്തിൽ അവർ സ്ത്രീ വിഷയങ്ങളിലൊക്കെ ആവപ്പെട്ട്, പ്രത്യേകിച്ച് രാഹുവിൻ്റെയൊക്കെ ദശാകാലത്ത് സ്ത്രീ വിഷയങ്ങളിലൊക്കെ ആവപ്പെട്ട് ഒട്ടുമിക്ക ആൾക്കാരും പുനർവായുധരാണ് തിരുവോണ നക്ഷത്ര ജാതകർ. അപ്പോൾ അതൊക്കെയാണ് ഈ ഗ്രഹങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ അവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഗ്രഹങ്ങളാണ് അവർക്കൊരു പ്രേരണ കൊടുക്കുന്നത്. ഇപ്പോൾ മോഷ്ടിക്കാൻ ഒരു പ്രേരണ അവരുടെ മനസ്സ് കൊടുക്കും. അങ്ങനെ അവർ മോഷ്ടിക്കാൻ പോകും. ഒരാളെ അടിക്കണമെന്നുള്ളൊരു പ്രേരണ മനസ്സ് കൊടുക്കും, അവരടിക്കാൻ പോകും. ഇത് ഗ്രഹങ്ങളാണ് അവരെ സ്വാധീനിക്കുന്നത്. ഒരാളെ കൊല്ലണമെന്നുള്ള ചിന്ത കൊടുക്കുന്നത് മനസ്സാണ്. ആ മനസ്സിൽ ആ പ്രേരണ കൊടുക്കുന്ന ഗ്രഹമാണ്, ചൊവ്വയാണ്. ചൊവ്വയുടെ സ്വാധീനം കൊണ്ടാണ് ഒരാളെ അടിക്കുക, കൊല്ലുക, ഹീനപ്രവൃത്തികൾ ചെയ്യുക. ഇതൊക്കെയാണ്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം, കുജൻ എന്ന് പറയുന്ന ഗ്രഹം അഗ്നിയാണ്, ബോംബാണ്. അപ്പോൾ ചൊവ്വ 7ാം ഭാവത്തിൽ നിന്നാൽ ഭാര്യ ഭർത്താവിനെ അടിക്കും, ഭർത്താവിനെ ഭാര്യ അടിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാം ഈ ചൊവ്വ കൊടുക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നതുകൊണ്ടാണ്. ഒരു പിറന്നു വീഴുന്നൊരു കുഞ്ഞ് നിരപരാധിയാണ്, അതിനൊന്നും അറിയത്തില്ല. അതിൻ്റെ ജീവിതഘട്ടത്തിൽ ഓരോ ഗ്രഹങ്ങൾ അതിനെ സ്വാധീനിക്കുമ്പോൾ അതിൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതിൽ അപ്പുറത്തുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ആ കുട്ടി മാറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ ഗ്രഹനില തയ്യാറാക്കി വെച്ച് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷം കണ്ടുപിടിച്ച് പരിഹരിച്ച് പോകണം. നല്ല രീതിയിൽ 7ാം ക്ലാസ് വരെ 8ാം ക്ലാസ് വരെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടി 10ാം ക്ലാസ് ആകുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് ഇല്ല, തോറ്റു പോകുന്നു, അല്ലെങ്കിൽ പുറകോട്ടാകുന്നു. എന്താണ് കാരണം? ആ കുട്ടിയുടെ ദശാകാലം മാറുകയാണ്. ദശാകാലം മാറുമ്പോൾ അതിൻ്റെ നല്ല സമയം മാറുകയാണ്. അപ്പോൾ ആൾക്കാർ പറയും, ഇന്നൊരു കൂടോത്രം ചെയ്തതാണ്, അവർ കൂടോത്രം ചെയ്ത. ഏതെങ്കിലും ഒരു ജ്യോത്സ്യത്തെ ആയിരിക്കും ചെന്ന് പറയുമ്പോൾ അന്നേരം പറയും ശത്രുദോഷമാണ്, നിങ്ങളെ 50,000 രൂപ കൊണ്ടുവന്നൊരു തകിടിടണം, 10,000 രൂപയുടെ പൂജ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കും. അവരും പീഡിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്ന സംഭവം. അപ്പോൾ ഇത് ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ചുള്ള പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ ആഭിചാരം കൊണ്ടൊന്നൊന്നുമല്ല. ഈയിടെ ഞാനൊരു വീഡിയോ കേട്ടു. ആ വീഡിയോ കേട്ടപ്പോൾ അതിനകത്ത് പറയുന്നു, നിങ്ങൾക്കിപ്പം വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന നേട്ടങ്ങളൊന്നും വന്നില്ല എങ്കിൽ അത് ആഭിചാരം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ദോഷമാണ്. എൻ്റെ പൊന്നെ, സമ്മതിക്കണം. ആഭിചാരം കൊണ്ടാണോ? അല്ല. ആ വ്യക്തി ജനിച്ച സമയത്ത് ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിൽ ഇപ്പോഴത്തെ സമയം വെച്ച് ഇപ്പം മേടക്കുറുകാരുടെ 2ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പം മേടക്കുറുകാരന് 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നടത്തെ കൊടുക്കേണ്ടതാണ്. പക്ഷേ കിട്ടാത്ത എന്താണ്? അയാൾ ജനിച്ച സമയത്ത് വ്യാഴം 8ലോ 12ലോ ദുഷ്ടസ്ഥാനത്തൊക്കെ ആയിരുന്നായിരിക്കും. അതുകൊണ്ട് അയാൾ കിട്ടത്തില്ല. അല്ലാതെ ആഭിചാരം കൊണ്ടല്ല. എല്ലാത്തിനും ആഭിചാരം പറഞ്ഞ് മനുഷ്യനെ ഊറ്റുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ജനങ്ങൾ. എൻ്റെ ഈ ചാനൽ കാണുന്ന 2500 പേര് ദിവസം കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് നൽകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നാളത്തെ ദിവസം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ തൊഴിൽ ഗുണം കൊണ്ട് ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അവർക്ക് അന്യ സ്ത്രീകളുമായിട്ട് നാളത്തെ ദിവസം പരിചയപ്പെടാനും അതുവഴി മോഹം കയറുവാനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളതാണ്. എന്നാലും സൗഭാഗ്യപരമായ അനുഭവങ്ങളൊക്കെ അവരെ തേടി വരും. തൊഴിൽപരമായ ഗുണങ്ങളൊക്കെ ഉണ്ടാകും. സ്ത്രീ മൂലം പിന്നീട് ധനനാശവും മാനഹാനിയും ഒക്കെ ഉണ്ടാകും. നാളെ പരിചയപ്പെടുന്ന സ്ത്രീയുമായിട്ട് പിന്നെ അത് മുഖേന ധനനാശവും മാനഹാനിയും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ചിങ്ങക്കൂറിൽപ്പെട്ട മകപൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 6ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 6ാം ഭാവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുമല്ലോ, രോഗം, കടബാധ്യത, ശത്രുത എന്നിവയുടെ ഭാവമാണ് 6ാം ഭാവം. അപ്പോൾ അവിടെയാണ് ചന്ദ്രൻ. പക്ഷേ ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നത് പക്ഷെങ്കിൽ നിൽക്കുന്ന ക്ഷേത്രം പാപക്ഷേത്രമാണ്. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ശത്രുശല്യം, രോഗദുരിതമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും കാര്യമായി ഒന്നും തട്ടുകേട് സംഭവിക്കാനില്ല. അപ്പോൾ അതുപോലെ തന്നെ നാളത്തെ ദിവസം
വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ തട്ടുകേടില്ലാത്ത ദിവസം ആയിരിക്കുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ബലമില്ലാത്ത ചന്ദ്രൻ പാപക്ഷേത്രത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും ജാതകർ രോഗികളാകും, ശത്രുശല്യം ഉണ്ടാകും, ആപത്തുണ്ടാകും, അനർത്ഥങ്ങളുണ്ടാകും, പലവിധമായ പ്രതിസന്ധികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ നാളത്തെ ദിവസം അങ്ങനെയൊന്നും കാര്യമായിട്ട് വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 5-ാം ഭാവം അവരുടെ സന്താന ഭാവമാണ്. മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകേണ്ട ഭാവമാണ്. പലരും മക്കളെ പെറ്റുവളർത്തി വലുതാക്കി അവർ ഉന്നതമായ നിലയിലെത്തിക്കഴിയുമ്പോൾ ഈ മക്കൾ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കത്തില്ല. എന്താണ് അതിൻ്റെ കാരണം? ഈ മക്കൾ തലതിരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഇവർ ജനിച്ച സമയത്ത്, ഈ മക്കളുണ്ടായ സമയത്ത്, ആ സമയത്തെ ഗ്രഹനില എടുത്ത് പരിശോധിച്ചാൽ ഈ മക്കളെ കൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാകുകയില്ലെന്നുള്ളതറിയാം. ആ മക്കളെ കൊണ്ട് മക്കളുണ്ടാകുന്നത് എങ്ങനെയാണ്? അവർ വിവാഹം ചെയ്ത് അവർ ആ സ്റ്റേജിൽ അവർക്ക് കുട്ടികളുണ്ടാവും. അത് എല്ലാവർക്കും അറിയാമല്ലോ. അത് പ്രകൃതി തന്നിരിക്കുന്ന ഒരു കഴിവാണ്. അപ്പോൾ അങ്ങനെ കുട്ടികളുണ്ടായി. ഈ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ ഗ്രഹനില എടുത്ത് തയ്യാറാക്കിയാൽ ആ മക്കളെ കൊണ്ട് ഈ മാതാപിതാക്കൾക്ക് ദോഷമുണ്ടാകും. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. ചില കുട്ടികളുണ്ടായാൽ മാതാപിതാക്കളുടെ ആയുസ്സും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ടു പോകും, സ്വത്തുവകൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴത്തേന് പത്രക്കാരൻ നാളെ എഴുതും അന്ധവിശ്വാസം പറഞ്ഞെന്ന് പറയും. അന്ധവിശ്വാസമല്ല, ജ്യോതിഷം പറയുന്നത് ഇങ്ങനെയാണ്. ഞാനുണ്ടാക്കിയതല്ല, ജ്യോതിഷം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചിലരുടെ ജീവിതത്തിൽ മക്കളാലുള്ള ഭാഗ്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നത് എന്താണ്? ഞാൻ പ്രത്യേകം പറയും, ഒരു സ്ത്രീ ഗർഭിണിയായാൽ അപ്പോൾ മുതൽ അതിൻ്റെ വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം ചിലരൊക്കെ എന്നോട് ചോദിക്കും, ഇയാൾ ഉപദേശിയാണോ വാർഷാണെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, കമൻ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ട് സംസാരിക്കുക എന്നുള്ള, അവനവൻ്റെ വിശ്വാസപ്രകാരമുള്ള ഈശ്വരനുമായിട്ട് നമ്മൾ സംസാരിക്കുക, അതാണ് പ്രാർത്ഥന. ഓക്കെ. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ നാളുകാർക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനുള്ള മനസ്സ് കൊടുക്കും, മനഃശുദ്ധി കൊടുക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ്, ബുദ്ധിപരമായ വിജയം കൊടുക്കും. അപ്പോൾ നാളത്തെ ദിവസം കന്നിക്കൂറുകാർക്ക് അനുകൂലമായൊരു ദിവസമാണ്, നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഇനി തുലാക്കൂറുകാരെ സംബന്ധിച്ചോളം അവരുടെ 4-ാം ഭാവത്തിലാണ്, കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രന് നാളത്തെ ദിവസം ഈ നാളുകാർക്ക് ധനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കാരണം ഈ ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 2-ാം ഭാവത്തിൽ, അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്നതിന് തൊട്ട് മുമ്പിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ശനിയോ കുജനോ വ്യാഴമോ ബുധനോ ശുക്രനോ ഒക്കെ നിന്നാൽ ധനനേട്ടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും പുത്രഗുണവും ഉൾപ്പെടെയുള്ള നല്ല സൗഭാഗ്യമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം തുലാക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തുലാക്കൂറുകാർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. പുത്രദോഷമുള്ള സമയമാണെങ്കിൽ പോലും നാളത്തെ ദിവസം പുത്രന്മാരെ കൊണ്ട് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 3-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഇവരെ തേടി വരുന്നൊരു ദിവസമാണ്. സഹോദര ഗുണം അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അനുകൂലമായ ദിവസം. എന്നാൽ ചില കാര്യങ്ങൾ ഇവർ മനസ്സിന് ബലമില്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകും. അപ്പോൾ മനഃശക്തി കുറവായ അവർ നാളത്തെ ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. എങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. ഇപ്പോൾ ഒരാൾക്കൊരു പ്രശസ്തിയും അംഗീകാരമൊക്കെ വന്നു ചേർന്നാൽ പോലും അതിൻ്റെ കൂടെ അവർക്ക് നേരെ ആ സമയം തന്നെ ഒരു ആരോപണം മറ്റൊരാൾ ഉന്നയിച്ചാൽ ചിലപ്പോൾ അവർ എത്ര പ്രശസ്തി ഉണ്ടായാലും ധനപരമായ നേട്ടം ഉണ്ടായാലും അവർ ചിലപ്പോൾ കരയേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നാളത്തെ ദിവസം കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വൃശ്ചികക്കൂറുകാരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണ്. സഹോദരന്മാരുടെ ഗുണവും സുഹൃത്ത് ഗുണവും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിൽ പോലും മനഃശക്തി കുറഞ്ഞ് അല്ലെങ്കിൽ മനസ്സ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തെ നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ മാതൃഗുണമൊക്കെ അവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇനി ധനുക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം എങ്ങനെയായിരിക്കും? അവരുടെ 2-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹം നിൽക്കുന്നു. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നേട്ടമാണ്.
അവർക്ക് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ കുടുംബഭാവം, ധനഭാവമാണ്. എല്ലാം എപ്പോഴും പ്രിയപ്പെട്ടവർ അതൊക്കെ ഓർത്തിരിക്കണം. ഞാനിങ്ങനെ പറയുന്നത് പോലൊന്നും ആരും ജ്യോതിഷം ഇങ്ങനെ നക്ഷത്രഫലമൊന്നും പറയത്തില്ല. രണ്ടാം ഭാവം, മൂന്നാം ഭാവം ഒന്നും പറയത്തില്ല. ചിലർക്ക് അത് കേൾക്കുമ്പോൾ ഒരു കമൻറ്റ് വരും, എന്തിനാണ് ഈ രണ്ടാം ഭാവവും മൂന്നാം ഭാവവും പറയുന്നത്, കാര്യം പറഞ്ഞാൽ പോരെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ ജ്യോതിഷത്തിൻ്റെ നിയമം അനുസരിച്ച് ഭാവങ്ങളാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നത്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ധനനേട്ടം, കുടുംബസുഖം കൊടുക്കും. ഈ ചന്ദ്രൻ്റെ രണ്ടിൽ ശനി നിൽക്കുന്നു. പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹമായ ശനി നിൽക്കുന്നു. അപ്പോൾ വീണ്ടും ധനനേട്ടമുണ്ട്. അപ്പം ധനുക്കൂറുകാരെ സംബന്ധിച്ച് ധനനേട്ടം, കുടുംബസുഖം, തൊഴിൽ ഗുണം നാളെ എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞിരിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ചന്ദ്രൻ ജന്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി എന്ന് പറഞ്ഞാൽ മകരൻ രാശിയുടെ 2ാം ഭാവത്തിൽ തൊട്ടു മുമ്പിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ശനി എന്ന് പറയുന്ന ഗ്രഹം ബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ഒരു ദിവസമാണ്. സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രൻ ജന്മരാശിയിൽ കൂടി പോകുമ്പോൾ നാളത്തെ ദിവസം ഈ ജാതകർ സ്വന്തം പ്രയത്നത്താൽ ധനം നേടും, ഭാര്യയും മക്കളെയൊക്കെ പൊന്നുപോലെ സ്വീകരിക്കും. പക്ഷെങ്കിൽ ആ ഗ്രഹം അവരെ സ്വാധീനിച്ച് ഒരു തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉള്ളത് എളുപ്പമാണ്, കാര്യത്തിന് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പിന്നീട് അതിൻ്റെ പരിണിതഫലം പിന്നീടാണ് വന്നു ചേരുന്നത്. നാളെയല്ല പരിണിതഫലം വന്നു ചേരുന്നത്, പിന്നീടാണ്. അപ്പോൾ അത് സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ഗ്രഹം കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് സ്വന്തം പ്രയത്നം കൊണ്ട് ധനം നേടാൻ പറ്റും. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും എല്ലാ കാര്യങ്ങളും അനുകൂലമായൊരു ദിവസമാണ്. പക്ഷെങ്കിൽ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള സാഹചര്യവും നാളത്തെ ദിവസം കടന്നു വരാമെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 12ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് നാളത്തെ ദിവസം കാര്യമായ ഗുണമൊന്നും ചെയ്യത്തില്ല. പക്ഷെങ്കിൽ ചന്ദ്രൻ പൂർണ്ണ ബലവാനായതുകൊണ്ട് വലിയ പരിക്കുകളൊന്നുമില്ലാതെ നാളത്തെ ദിവസം കടന്നു പോകും. അപ്പോൾ നാളത്തെ ദിവസം ഇവർ ജനിച്ച സമയത്ത് ചന്ദ്രൻ അനിഷ്ടസ്ഥാനസ്ഥിതി ആണെങ്കിൽ അലസത, കാര്യപ്രാപ്തിക്കുറവ്, നയനരോഗം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, ശരീരത്തിൽ മുറിവുകൾ, സാഹസ്യ പ്രവൃത്തികൾ, വീട് വിട്ട് മാറി താമസിക്കുന്നുള്ളൊരു ചിന്ത വരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഇവരെ അലട്ടുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം തൊഴിൽപരമായ അത്ര മെച്ചമായിരിക്കുകയില്ല. പക്ഷേങ്കിൽ ഇവരുടെ കേന്ദ്രഭാവത്തിൽ വ്യാഴം ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് നാളത്തെ ദിവസം ഈ പറഞ്ഞ വലിയ ദോഷങ്ങളൊന്നും ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ സാമാന്യ രീതിയിൽ ഒരു മധ്യമമായ ജീവിതാനുഭവത്തിൽ കൂടി, ഉത്തമമല്ല മധ്യമമായ അനുഭവത്തിൽ കൂടി നാളത്തെ ദിവസം കുംഭക്കൂറുകാർ കടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവരുടെ 11ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ 11ാം ഭാവത്തിൽ നിൽക്കുന്ന, ലാഭഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ നാളുകാർക്ക് നാളത്തെ ദിവസം നേട്ടങ്ങളെ തന്നെ കൊടുക്കുന്നൊരു ദിവസമാണ്. ധനനേട്ടം, കുടുംബസുഖം, തൊഴിൽ ഗുണം, മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് പെൺമക്കളാലുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. ഐശ്വര്യം ഉണ്ടാകുന്നൊരു ദിവസമാണ്. വ്യാപാരികൾക്കാണെങ്കിൽ വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അങ്ങനെ സകല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും മീനക്കൂറുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയാനുള്ളത്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ചിത്രത്തെക്കുറിച്ച് ചിന്തിക്കാം. കേരളത്തിൻ്റെ പൊതുവായ ചിത്രം നാളത്തെ ദിവസം സ്വസ്ഥതയും സമാധാനവും ശാന്തതയും ഒക്കെ നിറഞ്ഞൊരു ദിവസമായിരിക്കും. എന്നാൽ കേരളത്തിൽ 3 കോടി ജനങ്ങൾ ജീവിക്കുന്നതല്ലേ, സമയദോഷമുള്ളവർ ഒരുപാട് പേരുണ്ട്. അവിടെ ഇവിടെയും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. കൊലപാതകം നടക്കാം, മോഷണം നടക്കാം. അതൊക്കെ അവരുടെ സമയത്ത് ഗ്രഹങ്ങൾ, അവരുടെ ജീവിത സമയത്തിൽ ഗ്രഹങ്ങൾ കൊടുക്കുന്ന ഓരോ ദോഷാനുഭവങ്ങളാണ്. അപ്പോൾ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലാം, അമ്മയെ മകൻ കൊല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഗ്രഹങ്ങൾ കൊടുക്കുന്ന ദോഷമായ സമയം അനുഭവിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ജയിൽവാസം അനുഭവിക്കേണ്ട സമയമാകുമ്പോൾ അവർ ജയിൽവാസത്തിനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവർ ചെയ്തിരിക്കും. അത്
സ്വാഭാവികം. പക്ഷേ കേരളത്തിൻ്റെ പൊതുവായ ചരിത്രം നോക്കുമ്പോൾ നാളത്തെ ദിവസം സ്വസ്ഥതയും സമാധാനവും ശാന്തതയും നിറഞ്ഞൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കും. ഈ സ്ക്രീനിൽ നോക്കി ഈ വീഡിയോ കാണുന്നവർ മഹാദേവനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ക്രീനിൽ മഹാദേവനെ തന്നെ ഇങ്ങനെ നിറച്ചിരിക്കുന്നത്. അപ്പോൾ മഹാദേവൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ മഹാദേവനെ കാണുന്നു. അപ്പോൾ മഹാദേവനിൽ വിശ്വാസമുള്ളവർ ആ സമയം മഹാദേവനോട് പ്രാർത്ഥിച്ചാൽ മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. മഹാദേവൻ്റെ ഐശ്വര്യമുണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ എല്ലാവരെയും നാളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.